Good morning, all. പറഞ്ഞു. ഓക്കെ, നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാനുള്ളത്. ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ക്വാളിറ്റി ഗുണല്ലേ? ഒരു സാധനം നമ്മളിപ്പോ എന്താണ്, ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഗുണനിലവാരം. ഓക്കെ, ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കൂലേ അതിന് എത്രത്തോളം ഗുണമുണ്ടെന്ന്. അത് നമ്മൾ എങ്ങനെയാണ് ഒരു സാധനത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് പറയുന്നത് കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അല്ലെ? അങ്ങനെ പറയാറില്ലേ? ആ ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് പറയാറുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മ അങ്ങനെ പറയുന്നേ? ഒരു ഒബ്ജക്ട്സ് അല്ലെ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു നമ്മൾ പറയാറുണ്ട് ഗുണനിലവാരമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയാറ്? വെറുതെ പറയോ നമ്മ ഒരു സാധനത്തിന് വർക്ക് കട്ടിയുള്ളതാണെങ്കിൽ? ഓക്കെ, കട്ടി മീൻസ് അത് ഓരോ ഒബ്ജക്ട്സിന്റെ അനുസരിച്ച്. നമ്മ എന്തെങ്കിലും ഫുഡ് മേടിച്ചിട്ട് നമ്മ പറയണ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സാധനമായിരുന്നു, ലോങ് ടൈം കിട്ടിയാൽ ഓക്കെ. നമ്മ എന്തിന്റെ അടിസ്ഥാനം? ടേസ്റ്റ് നോക്കും അല്ലെ? ടേസ്റ്റ് നോക്കും. അതിലൂടെ ഇരിക്കുന്ന കണ്ടന്റ്സ് അല്ല, അളവ് ക്വാണ്ടിറ്റി നോക്കൂ അല്ലെ? പല കാര്യങ്ങളും നമ്മൾ എന്താണ് ഒത്തിണക്കിയിട്ടാണ് പറയുന്നത് ആ സാധനം ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ? കറക്റ്റ് മെഷർ ഉണ്ടോ അല്ലെ? അതിന്റെ ഇപ്പൊ നമ്മ എന്താണ് ഒരു സാധനം ഫുഡ് ആണെങ്കിൽ മേടിക്കുന്ന അതിന്റെ സ്മെല്ല് നോക്കാറില്ലേ? അതിന്റെ കളർ നോക്കൂ അല്ലെ? ക്വാണ്ടിറ്റി നോക്കൂ, ടേസ്റ്റ് നോക്കൂ അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് നമുക്കൊരു മുൻകൂട്ടി നമ്മ അതിനൊരു കുറെ ഗുണങ്ങൾ അല്ലെ, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറെ ക്രൈറ്റീരിയ നമുക്കുണ്ട്. ഇപ്പൊ ബിരിയാണിയാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മ പറയും, നമ്മുടെ മനസ്സിലുണ്ടാവും അത് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരിക്കണം അല്ലെ, ഇന്ന ടേസ്റ്റിൽ വേണം, ഇത്ര പീസുകൾ വേണം അല്ലെ? നമുക്ക് പല രീതിയിൽ നമ്മ മുൻകൂട്ടി അല്ലെ, പ്രീ എസ്റ്റാബ്ലിഷ്ഡ്, അതായത് നമ്മ മുൻകൂട്ടി നമുക്ക് അതിനെ കുറിച്ചൊരു നമുക്ക് എന്തെങ്കിലും അനുമാനങ്ങളോ അതല്ലെങ്കിൽ എന്താണ് നമുക്ക് നിർബന്ധങ്ങളോ ഉണ്ടാവും, അത് ഇന്ന പോലെ ആയിരിക്കണം അല്ലെ? മുൻധാരണകൾ ഉണ്ടായിരിക്കും. അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് വായിച്ചു കഴിയുമ്പോണ്ടല്ല നിങ്ങൾക്ക് എന്താണെന്ന് പ്ലാനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് മിസ് ഇത്രയും ചോദിച്ച് നിങ്ങളിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പൊ ഫസ്റ്റ് എടുത്തത് ഒരു ഡെഫിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അതായത് ISO ക്വാളിറ്റിയെ കുറിച്ച് ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് വരുന്നത്. ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ് എന്ന് അവിടെ കൊടുത്തോട്ടാ. നിങ്ങളുടെ പ്രിന്റ് ഔട്ടില് അതൊന്ന് കൊടുത്തു. ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്
degree to which a series of inherent characteristics fulfill needs. എന്താണ് ISO ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത്? എന്താണ്? നമ്മുടെ ആവശ്യകതകൾ അല്ലെ, നമ്മുടെ റിക്വയർമെന്റ്സ്, നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന്, അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്ട്സ്, അതായത് നമ്മ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് എന്താണ് ഒരു കൂട്ടല്ലേ? നമ്മ പറഞ്ഞ പോലെ ഒരു ഫുഡാണ് മേടിക്കുന്നതെങ്കിൽ അതിന് എന്ത് വേണം? ടേസ്റ്റ് വേണം, കളർ വേണം, സ്മെൽ വേണം, ക്വാണ്ടിറ്റി വേണം അല്ലെ? ഒരു കൂട്ടം സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഡിഗ്രിയെയാണ്, അതായത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു മെഷർ, അതായത് ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങളെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയറായോ? മിസ് ഒന്നുകൂടെ പറയാം. നമ്മുടെ ആവശ്യകതകൾ, അതായത് നമ്മുടെ ഫുൾഫിൽ നീഡ്സ് അല്ല കേട്ടാ, നീഡ്സ് വെട്ടിയിട്ട് റിക്വയർമെന്റ്സ് എന്നാക്കും. ഫുൾഫിൽ റിക്വയർമെന്റ്സ്, നീഡ്സ് വെട്ടിയിട്ട് റിക്വയർമെന്റ്സ് എന്നാക്കും. നമ്മുടെ ആവശ്യകതകൾ അല്ലെ, നമ്മുടെ റിക്വയർമെന്റ്സ് നിറവേറ്റാൻ, ഫുൾഫിൽ ചെയ്യാൻ ഒരു ഒബ്ജക്റ്റിന് എന്താണ്? ഒരു കൂട്ടം എന്ത് വേണം? സ്വഭാവ സവിശേഷതകൾ അല്ലെ? ഒരു കൂട്ടം സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. ഡിഗ്രിയെയാണ്, ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്, നിലവാരത്തെയാണ് എന്ത് പറയുന്നത്? ക്വാളിറ്റി, ഗുണനിലവാരം എന്ന് പറയുന്നത്. ക്ലിയറായോ? ഓക്കെ, എന്താണ് നമ്മുടെ ആവശ്യകതകൾ? നീഡ്സ് എന്ന് പറഞ്ഞാൽ റിക്വയർമെന്റ്, നീഡ്സ് അല്ല റിക്വയർമെന്റ്സ്. നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു വസ്തുവിന്, ഒരു ഒബ്ജക്റ്റിന് ആവശ്യമായ സവിശേഷതകളുടെ ഡിഗ്രിയെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആരാണ് പറയുന്നത്? ISO അല്ലെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ ആയോ? നിങ്ങൾക്ക് പെട്ടെന്ന് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് അന്തർലീനമായ സവിശേഷതകൾ, അതായത് നമ്മൾ പറയുന്ന സ്വഭാവ സവിശേഷതകളില്ലേ? ഒരു സാധനത്തിന്, നമ്മ ഒരു ഫുഡാണ് മേടിക്കുന്നില്ല, അതിനടങ്ങിയിരിക്കുന്ന എന്താണ്? ടേസ്റ്റ്, സ്മെല്ല്, കളർ അല്ലെ? അതൊക്കെയാണ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ ആയില്ലേ? ISO ആണ് കേട്ടോ, IOS അല്ല, ISO എന്നാണ് അത് പറയുന്നത്. ISO എക്സ്പാൻഡഡ് ഫോം വരാട്ടോ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ISO. ഓക്കെ ആയോ? അത് quality is defined degree to which a series of inherent characteristics fulfilling requirements. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ? അതിലൊരിക്കൽ ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സവിശേഷതകൾ അല്ലെ? ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ഫീച്ചേഴ്സ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? സവിശേഷതകൾ എന്ന് പറയുന്നത്. ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് എന്താണ്? പലതരത്തിലുള്ള ഫീച്ചേഴ്സിനെയാണ്, സവിശേഷതകളെയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഫുഡ് ആണെങ്കിൽ അതിന് എന്ത് വേണം? സ്മെല്ല് വേണം അല്ലെ? നിറം വേണം, ടേസ്റ്റ് വേണം അല്ലെ? അതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആണ് അല്ലെ? സവിശേഷതകളല്ലേ? അല്ലെ? അപ്പൊ characteristics suggest a distinguishing features. Characteristics എന്ന് പറയുന്നത്, സവിശേഷതകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫീച്ചേഴ്സിനെയാണ്. റിക്വയർമെന്റ്സ്, നെക്സ്റ്റ് ഒരു റിക്വയർമെന്റ്സ് വന്നിട്ടുണ്ട് അല്ലെ? ആ ഡെഫിനിഷനില് റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വയർമെന്റ്സ് are need or assumption that is stated, normally implied or mandatory. എന്താണ് റിക്വയർമെന്റ്സ്? ആവശ്യകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണയായി നമ്മൾ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിർബന്ധിതമോ ആയ ആവശ്യങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ ധാരണകളെ, മുൻധാരണകൾ, അനുമാനങ്ങളെയാണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മ പറഞ്ഞ നമ്മുടെ ധാരണകളാണ് അല്ലെ?
ആ ഫുഡിന് ആ ടേസ്റ്റ് വേണം, ആ കളറ് വേണം, അല്ലെ, ആ സ്മെല്ല് വേണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മുൻധാരണയാണ്, അല്ലെ, അനുമാനമല്ലേ, നമ്മുടെ നിർബന്ധമാണ്, അല്ലെ. നമുക്കത് ബിരിയാണിക്ക് വേറെ മീൽസിന്റെ സ്മെല്ല് വന്നാൽ നമുക്ക് ഇഷ്ടാവോ? ബിരിയാണിക്ക് മീൽസിന്റെ ഇഷ്ടാവോ? അതെന്താണ്? നമ്മുടെ ധാരണയാണ്, നമുക്ക് നിർബന്ധമാണ്, അതിന് ഇന്ന ടേസ്റ്റ് തന്നെ വേണം, ഇന്ന സ്മെല്ല് തന്നെ വേണം, ഇന്ന കളർ തന്നെയാണ്. ലഡുവിന് ജിലേബിയുടെ കളറായാൽ നിങ്ങൾക്ക് പറ്റുമോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്നാലും മഞ്ഞ, അല്ലെ, നമ്മൾ ലഡു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മഞ്ഞ കളറിലെ ലഡു അല്ലേ? ഓറഞ്ച് കളറൊക്കെ അവൈലബിൾ ആണ്, എന്നാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മഞ്ഞ ലഡു ആണ്, അല്ലെ. അതെന്താണ്? നമ്മുടെ ഒരു അനുമാനമാണ്, നമ്മുടെ ഒരു മുൻധാരണ. ഓറഞ്ച് മഞ്ഞക്കൊക്കെ അവൈലബിൾ ആണ്, എന്നാലും നമ്മൾ ആദ്യം തന്നെ ലഡു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മഞ്ഞ കളറിലെ ലഡു അല്ലേ? ഓറഞ്ച് ആരെങ്കിലും തരുമോ? അതെന്താണ്? നമ്മുടെ ഒരു ധാരണയാണ്, അല്ലെ, നിർബന്ധിതമായ അല്ലെങ്കിൽ നമ്മുടെ ഒരു ധാരണയാണ്. അതാണ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണയായി സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിർബന്ധിതമോ ആയ ആവശ്യങ്ങളെയോ അല്ലെങ്കിൽ അനുമാന ധാരണകളെയോ ആണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് adherence to pre-established criteria or standard. എന്താണ് ഡിഗ്രി എന്ന് പറയുന്നത്? പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, നമ്മുടെ മുൻകൂട്ടി നിശ്ചയിച്ച, പ്രീ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങളെയോ അതല്ലെങ്കിൽ നിലവാരത്തെയോ ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ ആയോ? അത് ഓക്കെ ആയോ? ലാസ്റ്റ് അല്ലെ, ഡിഗ്രി ഓഫ് adherence to pre-established criteria or standard. ഡിഗ്രി എന്ന് പറഞ്ഞാല് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന, നമുക്കുണ്ട് ഓരോ സാധനങ്ങളും പറയുമ്പോൾ നമുക്ക് മുൻകൂട്ടി നമ്മുടെ മനസ്സിലേക്ക് വരും, ഇല്ലേ, അതെങ്ങനെയായിരിക്കണം, അല്ലെ. അങ്ങനെയുള്ള പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ നിലവാരത്തെയോ ആണ്, സ്റ്റാൻഡേർഡിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? Degree to which a series of quality is defined. Degree to which a series of inherent characteristics fulfill needs of fulfill requirements. എന്താണ്? നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ഒരു ഒബ്ജക്റ്റീവ്സിന്, അതായത് ഒരു സാധനത്തിന് വേണ്ട ഒരു കൂട്ടം സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഡിഗ്രിയെ അതല്ലെങ്കിൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിനുണ്ടായിരിക്കേണ്ട ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ്, പലതരത്തിലുള്ള ഫീച്ചേഴ്സിനെയാണ്, സവിശേഷതകളെയാണ്. റിക്വയർമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സാധനത്തിന് സാധാരണയായി സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള നിർബന്ധിതമോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ധാരണയായാണ് റിക്വയർമെന്റ്സ്, ആവശ്യകത എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ നിലവാരത്തെയോ ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Quality assurance is a part of quality management centered on providing confidence that quality requirements will be satisfied. Quality assurance എന്ന് പറയുന്നത് QA, quality assurance അല്ലെ. Quality assurance എന്ന് പറയുന്നത് quality managementന്റെ ഒരു പാർട്ട്, ഒരു ഭാഗമാണ്. On providing confidence that the quality requirements will be satisfied. അപ്പൊ നമുക്ക് എന്ത് പറയും? ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഗുണനിലവാരം ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യുന്ന
നമ്മ ഒരു സാധനം നൽകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് നമുക്ക് കൊടുത്ത സാധനം ക്വാളിറ്റി ഉള്ളതാണ്, ക്വാളിറ്റി ഉറപ്പുള്ളതാണെന്ന് മനസ്സിലായ നമുക്ക് എന്ത് വരും? ആത്മവിശ്വാസം നൽകോ? കോൺഫിഡൻസ് അല്ലെ? പ്രൊവൈഡിങ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നൽകുന്നു അല്ലെ? എന്ത് ചെയ്യാണ്? നമ്മ ഗുണനിലവാരമുള്ള ആവശ്യകത, ആ ടെൻഡൻസി, ഓക്കെ, ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നു എന്ന ഒരു ആത്മവിശ്വാസം അല്ലെ, നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നൽകുന്നു അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് നിങ്ങൾ പറയാണ്, മെസ്സേജ് ചെയ്യുമ്പോൾ മിസ്സിന് എന്താണ് അത്? ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ? അപ്പൊ മിസ്സിന് എന്തെങ്കിലും ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് നൽകുന്നത്, ആണോ? ആണ്. അപ്പൊ എന്താ ക്വാളിറ്റി അഷുറൻസ്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ? ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ എന്താണ്? നമ്മൾ നല്ല നിലവാരമുള്ള ആവശ്യകതകൾ, റിക്വയർമെന്റ്സ് നിറവേറ്റുന്നു എന്ന ഒരു ആത്മവിശ്വാസം നൽകുന്നു. ക്ലിയർ ആയോ? അപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക അല്ലെ, വർദ്ധിപ്പിക്കുക, ഇംപ്രൂവ്മെന്റ് വർദ്ധിപ്പിക്കുക അല്ലെ? QI ഓരോന്നും നോക്കാട്ടെ. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാല് QA, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് QI is an ongoing response to call. എന്താണ്? is an ongoing response ആണത്, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഓൺഗോയിങ് ആണ്, നിലയ്ക്കുന്നില്ല പ്രവർത്തനം, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റെസ്പോൺസ് to quality evaluation data about a service in ways that enhance the process. എവിടെയായിരുന്നു? ഹാഫ് ആൻ അവർ ആയോ? എപ്പോഴാണോ? ക്വാളിറ്റി അഷുറൻസ് ഓഫ് NAB. Okay. Data about a service in ways that enhance the process by which services are given to consumers or patients. എന്താണ്? നമ്മ പേഷ്യൻസിന് അല്ലെങ്കിൽ കൺസ്യൂമർ, ഹോസ്പിറ്റൽ ആണല്ലേ, നമ്മ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ആണ്, കൺസ്യൂമേഴ്സ് ആണ് അല്ലെ? അപ്പൊ നമ്മ പേഷ്യൻസിന് നൽകുന്ന സേവനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തും, അസസ് ചെയ്യുന്നുണ്ട്, വിലയിരുത്തും. അതിനു ശേഷം മെച്ചപ്പെടുത്താൻ, അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട തരത്തിൽ നിരന്തരമായ പ്രവർത്തനങ്ങളെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മ അവിടുത്തെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അസസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാണ് അവിടുത്തെ ഡോക്ടർ പോരാ, കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിനെ വെക്കണം എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടേഴ്സിനെ മാറ്റൂലേ, ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഡോക്ടേഴ്സിനെ നിയമിക്കും. അതല്ലെങ്കിൽ ഒരു മെഷീൻസ് ഏതെങ്കിലും ഒരു റേഡിയോളജി സെക്ഷനില്ല, സ്കാനിങ് സെക്ഷനില്ല എക്യുപ്മെന്റ് പോരാ, അതിന്റെ പ്രവർത്തനം വലിയ കാര്യക്ഷമതയല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മ അത് ടെസ്റ്റ് ചെയ്യുമ്പോ നമ്മ വിലയിരുത്തുമ്പോ നമുക്ക് തോന്നാണ് ആ എക്യുപ്മെന്റ് പോരാ, അത് കുറച്ച് പഴയതായി, വർക്കിംഗ് കണ്ടീഷൻ പോരാന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? പുതിയ മെഷീൻ വാങ്ങും അല്ലേ? ആണോ? അപ്പൊ അങ്ങനെ എന്താണ്? പേഷ്യൻസിന് എന്താവട്ടെ, നമ്മ ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള സേവനങ്ങളാണ്, ഫെസിലിറ്റീസ് ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പൊ പേഷ്യൻസിന് നൽകുന്ന സേവനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മ ഓരോ ടൈം കഴിയുന്ന നമ്മ വിലയിരുത്തുക, അസസ് ചെയ്തതിന് ശേഷം അത് മെച്ചപ്പെടുത്തുന്ന രീതിയിൽ, ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിൽ നടത്തുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ഇടാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു മോഡൽ എക്സാം ഇട്ടോ, ഇനി തേർഡും ഫോർത്തും കഴിയുമ്പോൾ ഒരു എക്സാം ഇടും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ അത് വിലയിരുത്താണ് അല്ലെ, അസസ് ചെയ്യല്ലേ? ക്ലിയർ ആയോ? എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്തെങ്കിലും റെമഡിയൽ മെഷേഴ്സ് വേണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ക്ലാസ്സുകൾ ആഡ് ചെയ്യണോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയില്ലേ? ഫസ്റ്റും സെക്കൻഡും മോഡൽ എക്സാം കഴിഞ്ഞപ്പോ ഇങ്ങനെയായിരിക്കും എക്സാം എന്നുള്ളൊരു ധാരണ കിട്ടിയില്ലേ?
ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് നൽകുന്ന സേവനങ്ങള് ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിയതിനു ശേഷം മെച്ചപ്പെടുത്താൻ, അത് ഇംപ്രൂവ് ചെയ്യാൻ തരത്തിൽ നടത്തുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. It is a system of management centered on the principle that every member of staff should be committed to keeping high standard of work in every aspect of a hospital operation. എന്താണ് ഹോസ്പിറ്റലിലെ every aspect of hospital operations. ഹോസ്പിറ്റലിൽ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലെ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ, അത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, ജീവനക്കാർക്ക് പ്രതിജ്ഞാബദ്ധരായിരിക്കണം അല്ലെ. അവർ ചെയ്യുന്ന ജോലികൾ എന്താണ് കറക്റ്റ് രീതിയിൽ അല്ലെ വേണ്ടേ, കറക്റ്റ് രീതിയിൽ ചെയ്യണം അല്ലെ. ജീവനക്കാരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന തത്വത്തിൽ, എന്ന പ്രിൻസിപ്പിളിൽ കേന്ദ്രീകൃതമായ ഒരു മാനേജ്മെന്റ് സംവിധാനമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ സെക്ഷനുകളിലും ഉയർന്ന നിലവാരമുള്ള, അതായത് ഉയർന്ന ഹൈ ക്വാളിറ്റി ഉള്ള ജോലികൾ നിലനിർത്താൻ ഓരോ ജീവനക്കാരും, ഒരാളല്ല എല്ലാ ജീവനക്കാരും, ഓരോ ജീവനക്കാരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം, അവര് തയ്യാറാക്കിയിരിക്കണം എന്ന തത്വത്തിൽ കേന്ദ്രീകരിച്ച ഒരു മാനേജ്മെന്റ് സംവിധാനമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആയോ? അതൊരു പ്രിൻസിപ്പിൾ ആണ്, ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വമാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരെ ജോലികൾ എന്ത് ചെയ്യുക, 100% സക്സസ്ഫുൾ ആയിട്ട് അല്ലെ, സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായി ചെയ്യുക എന്ന തത്വത്തിൽ കേന്ദ്രീകൃതമായ ഒരു മാനേജ്മെന്റിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ മിസ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആരൊക്കെ തമ്മിലാണ് ഒരു പ്രിൻസിപ്പിൾ ഉള്ളത്? സ്റ്റുഡൻസ് ആയ നിങ്ങളും ടീച്ചറായ ഞാനും തമ്മിലാണ് അല്ലെ. ടീച്ചേഴ്സ് ആയ ഞങ്ങളും തമ്മിലുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അല്ലെ. ഞങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, എക്സാം എഴുതാം, സർട്ടിഫിക്കറ്റ് വാങ്ങാം. ആണോ? ആണ്. അതേപോലെ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും ഇത് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങൾക്ക് വന്നിരുന്ന് പഠിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പഠിപ്പിച്ചത് ഞങ്ങൾക്ക് വന്നിരുന്ന് അവിടെ നിന്ന് പഠിക്കാൻ പറ്റുമോ? എക്സാമിന് ഞങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതെന്താണ്? നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അല്ലെ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാസ് ആണ്. പഠിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ എന്താണ്, ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും അല്ലെ, ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവർക്ക് ക്വാളിറ്റിയുള്ള ഉയർന്ന നിലവാരമുള്ള ജോലികൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ് അല്ലെ, ഉത്തരവാദികളാണ് എന്ന തത്വത്തിൽ കേന്ദ്രീകൃതമായ ഒരു മാനേജ്മെന്റ് സംവിധാനമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആയോ? അത് total quality care is the provision of the best possible care through constantly enhancing service to meet or exceed the needs and hopes of the customer. എന്താണ്? പേഷ്യൻസിന്റെ ആവശ്യകതകൾ അല്ലെ, നീഡ്സ്, ആവശ്യങ്ങളും അവരുടെ പ്രതീക്ഷ, ഹോപ്സ്, അവരുടെ പ്രതീക്ഷകളും നിറവേറ്റുന്നതിന്, മീറ്റ് ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ അത് എക്സീഡ് ചെയ്യുക അല്ലെ, കവിയുന്നതിനും നിരന്തരം മെച്ചപ്പെടുത്തുന്ന സേവനങ്ങളിലൂടെ അവർക്ക് മികച്ച പരിചരണം നൽകുക എന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ഓരോ പേഷ്യൻസിന്റെ, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ആവശ്യകതകളും അവരുടെ പ്രതീക്ഷകൾക്കും അനുസൃതമായിട്ട് അല്ലെ
നിറവേറ്റുന്നതിന് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതിനപ്പുറം നമുക്ക് കൊടുക്കാൻ സാധിക്കണം അല്ലേ? അതല്ലേ ക്വാളിറ്റി കെയർ, ടോട്ടൽ ക്വാളിറ്റി കെയർ ആണോ? ഓക്കെ, എന്താണ് ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ, ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഉണ്ടാവൂലേ ഓരോ പ്രതീക്ഷ, അതല്ലെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ? നമുക്ക് ഇന്ന രോഗം മാറണം അല്ലെ, ഹെൽത്ത് ഓക്കെ ആണ്, അങ്ങനെ വിചാരിച്ചല്ലേ നമ്മ ഹോസ്പിറ്റലിൽ പോകുന്നത്? നല്ല ഫെസിലിറ്റീസ് ലഭിക്കണം അല്ലെ, നല്ല ഡോക്ടറുടെ സേവനം ലഭിക്കണം എന്ന് വിചാരിച്ചല്ലേ പോകുന്നത്? ആണോ? അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുക അല്ലെ, സാറ്റിസ്ഫൈ ഇതാക്കുക, ഒരു നിറവേറ്റുന്നതിനും അവര് പ്രതീക്ഷകൾക്ക് അപ്പുറമായി, അവർ പ്രതീക്ഷിച്ചതിനപ്പുറം നൽകാം, അപ്പുറമായി നിരന്തരം മെച്ചപ്പെടുത്തുന്ന സേവനങ്ങളിലൂടെ സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം പേഷ്യൻസിന് നൽകുക എന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. കെയർ എന്ന് പറഞ്ഞാൽ പരിചരണം, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനിലവാരം അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെ എന്താണ് പ്രതീക്ഷകൾ ഇപ്പൊ അപ്പുറത്തേക്ക് അല്ലെ, അതിനപ്പുറത്തേക്ക് നമുക്ക് നല്ല കെയർ, ഹോസ്പിറ്റലിൽ നിന്ന് നല്ല സേവനം ലഭിക്കുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. അവർക്കൊരു നമ്മളെ കുറിച്ച് ഒരു കംപ്ലൈൻസും ഒരു പരാതികളും വരാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് സേവനം ലഭിക്കുക. ക്ലിയർ ആയോ? അത് നിഷ മാത്രം പറയുന്നുള്ളൂ, നിഷയും അനീഷേ, ബാക്കി എന്താണ്? ബാക്കിയല്ല സൗമ്യം പറയുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും എന്താണ്? ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, ഈ കൂടുതൽ എക്സ്പ്ലനേഷൻ ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? നിങ്ങ ഓക്കെ പറഞ്ഞാൽ മിസ്സിന് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി കൺട്രോൾ, QC. QC എന്ന് പറഞ്ഞാല് ക്വാളിറ്റി കൺട്രോൾ ഈസ് എ പ്രൊസീജിയർ, അതൊരു പ്രൊസീജിയർ ആണ്, ഒരു നടപടിക്രമമാണ്. ഇത്രയും നേരം പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റത്തെ എന്താണ്? ക്വാളിറ്റി അഷുറൻസ് ചെയ്യാണ് അല്ലെ, നമ്മ ഉറപ്പ് കൊടുക്കുകയാണ്. രണ്ടാമത്തേത് എന്താണ്? ഇംപ്രൂവ് ചെയ്യാണ്, നമ്മ ഓരോ പ്രവർത്തനങ്ങളിലൂടെ അല്ലെ നമ്മ അത് വിലയിരുത്തി അസസ് ചെയ്ത് കാണിട്ട് എന്താണ് ഓരോ പ്രവർത്തനങ്ങളിലൂടെ അത് ഇംപ്രൂവ് ചെയ്യാണ്. നെക്സ്റ്റ് എന്താ? പ്രിൻസിപ്പിൾ ആണ്, ഒരു തത്വമാണ് അല്ലെ, അല്ലെ? മൂന്നാമത്തേത് ഒരു തത്വമാണ്, ഒരു പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായ അല്ലെ, ഒരു തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ്. നെക്സ്റ്റ് എന്താണ്? കെയർ ആണ്, ടോട്ടൽ ക്വാളിറ്റി കെയർ, നല്ല സേവനം കൊടുക്കുക. മൂന്നാമത്തേത് എന്താണ്? ഒരു ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ്, ഒരു നടപടിക്രമമാണ്. ഓർ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ എന്താണ്? ഒരു സെറ്റ് ഓഫ്, ഒരു കൂട്ടം നടപടിക്രമങ്ങളുടെ ഒരു കൂട്ടമാണ്. That intends to make sure that medical service adheres to the defined set of quality criteria or meets the requirements of the clients or customer. എന്താണ്? സെറ്റ് ഓഫ് പ്രൊസീജിയർ ആണ് അല്ലെ, ഒരു നടപടിക്രമങ്ങളുടെ ഒരു കൂട്ടമാണ്. മെഡിക്കൽ സർവീസ്, അവർക്ക് പേഷ്യൻസിന് നൽകുന്ന മെഡിക്കൽ സർവീസ് നിർവചിക്കപ്പെട്ട ഗുണനിലവാരങ്ങൾ അല്ലെ, ഓരോ സെക്ഷനിലും ഓരോ ക്വാളിറ്റീസ് ഉണ്ട് അല്ലെ, ഉണ്ടോ? ഓരോ സെക്ഷനിലും ഓരോ ക്വാളിറ്റീസ് ആണ് അല്ലെ. ഓരോ സർവീസുകൾക്കും നിർവചിക്കപ്പെട്ട ഗുണനിലവാരങ്ങൾ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യകതകൾ, റിക്വയർമെന്റ്സ് നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് QC കൊണ്ട്, ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസിന് നൽകുന്ന മെഡിക്കൽ സർവീസുകൾ അത് നിർവചിക്കപ്പെട്ട ഗുണനിലവാര മാനദണ്ഡങ്ങള്, ക്രൈറ്റീരിയ അല്ലെ, ഗുണനിലവാര ക്രൈറ്റീരിയ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്ന നടപടിക്രമങ്ങളെയാണ് QC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ നൽകുന്ന പോലെ സേവനം പോലെയാണോ നമുക്ക് ലബോറട്ടറിയിൽ നിന്ന് ലഭിക്കുന്നത്? ക്വാളിറ്റി ആണോ? അല്ല അല്ലെ. അതേപോലെയാണോ സ്കാനിങ് സെക്ഷനിൽ സ്കാനിങ്ങിന് കിട്ടുന്നത്?
അതേപോലെയാണ് നമുക്ക് ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്ന സേവനം ആണോ? അല്ല അല്ലെ, ഓരോരുത്തർക്ക് എന്താണ് ഓരോ ഡിഫറെന്റ് ക്വാളിറ്റീസ് ആണ് അല്ലെ. ഫാർമസിയിൽ എങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന മരുന്നുകൾക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. സ്റ്റാഫുകൾ കറക്റ്റ് രീതിയിൽ നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തരണം അല്ലേ. ലാബിൽ എങ്ങനെയാണ് നമ്മൾ നൽകുന്ന നമുക്ക് കൊടുക്കുന്ന സാമ്പിൾസ് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ടെസ്റ്റ് ചെയ്ത് തരുന്ന നല്ല നല്ല എന്താണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നൽകുക അല്ലേ. ഡോക്ടേഴ്സ് എന്താണ് കറക്റ്റ് രീതിയിൽ നമ്മൾ പരിശോധിച്ച് നമുക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ എഴുതി തരിക, അല്ലെങ്കിൽ കറക്റ്റ് ടെസ്റ്റുകൾക്ക് എഴുതി തരിക അല്ലെ. നല്ല രീതിയിൽ ഡയഗ്നോസിസ് ചെയ്യുക അല്ലേ. അപ്പൊ അതേപോലെ എന്താണ് നമുക്ക് ലഭിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പല സെക്ഷനിൽ നിന്ന് ലഭിക്കുന്ന മെഡിക്കൽ സർവീസുകൾ ഓരോന്നിന്റെയും ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? Next, ISO 9000 defines quality control as a part of quality management. Focus on fulfilling quality requirements. ISO 9001 ഡിഫൈൻ ചെയ്യും ക്വാളിറ്റി കൺട്രോളിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനൊരു ഡെഫിനിഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അത് ഫോക്കസ് ചെയ്യുന്നത്, അത് കേന്ദ്രീകരിക്കുന്നത് എന്തിലേക്കാണ്? ഗുണനിലവാര മാനദണ്ഡങ്ങൾ, ഗുണനിലവാര ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്നതിലേക്കാണ് ക്വാളിറ്റി കൺട്രോള് ഫോക്കസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത്. ക്ലിയർ ആയോ? പേഷ്യൻസിന്റെ ഗുണനിലവാര ആവശ്യങ്ങള്, അവരുടെ ആവശ്യങ്ങള്, നീഡ്സുകള് പാലിക്കുന്നുണ്ടോ എന്ന് നിറവേറ്റുന്നുണ്ടോ എന്ന് ഇതിലേക്കാണ് ക്വാളിറ്റി കൺട്രോള് ഫോക്കസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത്. ക്ലിയർ ആയോ? ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ക്വാളിറ്റി കൺട്രോള് കേന്ദ്രീകരിക്കുന്നത് നമ്മൾ നൽകുന്ന ഹോസ്പിറ്റലിൽ നൽകുന്ന പേഷ്യൻസിന്റെ ആവശ്യകത, അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന്. Next, hospital quality management refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards. എന്താണ് എത്രത്തോളം ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്? എത്രത്തോളം ഹോസ്പിറ്റലിലെ എത്രത്തോളം അവിടുത്തെ സർവീസുകൾ, ഹോസ്പിറ്റലിലെ സർവീസുകൾ നല്ല രീതിയിൽ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും അവിടെ ക്വാളിറ്റി ഉറപ്പാക്കുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി നമ്മൾ എന്ത് രീതിയിലാണ് ഉറപ്പാക്കുന്നത്? അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ അല്ലെ, സേവനങ്ങൾ ക്വാളിറ്റി ഉള്ളതാണെങ്കിലല്ലേ സർവീസുകൾ നല്ല രീതിയിൽ നിറവേറ്റുന്നുണ്ടെങ്കിൽ അല്ലെ. ആണോ? ഓക്കെ, അപ്പൊ എന്താണ് ക്വാളിറ്റി ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് റെഫർ ചെയ്യുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ നടക്കുന്ന എത്രത്തോളം ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ എത്രത്തോളം എന്താണ് നല്ല രീതിയിൽ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഓരോ ഹോസ്പിറ്റലിലും ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്. സോ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ഈസ് എ ഡിസൈറബിൾ കണ്ടീഷൻ. അതുകൊണ്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? ഫങ്ഷൻസ് നമുക്ക് അവിടെ ചെല്ലുന്ന പേഷ്യൻസിന് ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെ, ഗുഡ് കണ്ടീഷൻ, അവർക്ക് അഭികാമ്യ രീതിയിൽ അവര് സാറ്റിസ്ഫൈ ആകുന്ന അല്ലെ, തൃപ്തരാകുന്ന രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലെ ഫങ്ഷൻസ്. ക്ലിയർ ആയോ? Okay, next job description or responsibilities of hospital quality manager. Hospital quality manager responsibilities ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ്? The quality manager in hospital must support the quality assurance programs at the hospital and responsible for working out and establishing quality procedures,
സ്റ്റാൻഡേർഡ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനം ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അതേപോലെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു കമ്മിറ്റി, അതായത് ഒരു കൂട്ടം ആളുകളുണ്ട്, അതോറിറ്റി ഉണ്ട്. അപ്പൊ ആ സെല്ലിന്റെ എന്ത് ചെയ്യുക? ആ സെല്ലിന്റെ പിന്തുണയ്ക്കുക. ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കുക. And at the hospital and the responsible for working out and establishing quality. കൂടാതെ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലില് അതിനനുസൃതമായ എന്താണ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് അല്ലെ, ഗുണനിലവാരമുള്ള നടപടിക്രമങ്ങള്, പിന്നെന്താണ് സ്റ്റാൻഡേർഡ്സ് അല്ലെ, നിലവാരങ്ങള്, സ്പെസിഫിക്കേഷനും സവിശേഷതകളൊക്കെ തയ്യാറാക്കുക. അതാരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറുടെ. ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ് എന്താണ്? ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കുക. പിന്നെന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, ഗുണനിലവാരമുള്ള നടപടിക്രമങ്ങള്, അതിനുവേണ്ട സ്റ്റാൻഡേർഡ്സുകള്, നിലവാരങ്ങള്, സ്പെസിഫിക്കേഷൻസ് അല്ലെ, സവിശേഷതകളൊക്കെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുക. ക്ലിയർ ആയോ? അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക. ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കുകയും ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ക്ലിയർ ആയോ? നീട്ടി വരച്ച് ക്വാളിറ്റി പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ്, സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി നൽകുക. ഓരോ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ക്വാളിറ്റി ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ്, ഹി ഓർ ഷീ. ചിലപ്പോ എന്താണ്? ക്വാളിറ്റി മാനേജർ ഒരു ഫീമെയിൽ ആകാം, അല്ലെങ്കിൽ ഒരു മെയിൽ ആകാം അല്ലെ. അപ്പൊ he or she must pursue quality improvement on all the process and procedures of the hospital and share reports. എന്താണ്? അദ്ദേഹം അല്ലെങ്കിൽ ഫീമെയിൽ ഷീ എല്ലാ പ്രവർത്തനങ്ങളിലും എന്താണ്? നടപടിക്രമങ്ങളിലും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും അതിനു വേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുക. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ട ഹോസ്പിറ്റലിലെ എല്ലാ സർവീസുകളിലും എല്ലാ ഫെസിലിറ്റീസുകളിലും എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട പ്രോസസ്സുകൾ അല്ലെ, പ്രവർത്തനങ്ങളും പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളും നിർദ്ദേശിക്കുകയും എന്താണ്? പെർസ്യൂ ചെയ്യാൻ നിർദ്ദേശിക്കുകയും അതിനു വേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണം. എന്താണ്? ഈ ക്വാളിറ്റി മാനേജർ ഹോസ്പിറ്റലിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ഫെസിലിറ്റീസിലെയും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ട, ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും നിർദ്ദേശിക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ട അത് നിരീക്ഷിച്ചിട്ട് അവിടുത്തെ പ്രവർത്തനം അസസ് ചെയ്തതിനു ശേഷം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനു വേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ്, കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? Ensure good quality non-clinical services such as infection prevention, security, diet, etc. എന്താണ്? അനുബാധ തടയൽ അല്ലെ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അനുബാധ തടയൽ, സെക്യൂരിറ്റി സുരക്ഷ, ഭക്ഷണക്രമങ്ങൾ തുടങ്ങിയ നല്ല നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകളുടെ ക്ലിനിക്കൽ അല്ലാത്ത
നോൺ ക്ലിനിക്കൽ സർവീസുകൾ ഉറപ്പാക്കുക. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എന്താണ്? അണുബാധ തടയല്, സെക്യൂരിറ്റി സുരക്ഷ, ഭക്ഷണക്രമങ്ങൾ ഡയറ്റ്, ഇനിയുള്ള ഡയറ്റ്സിട്ര എന്ന് പറഞ്ഞേക്കണേ, അങ്ങനെയുള്ള ഭക്ഷണക്രമങ്ങൾ നല്ല തുടങ്ങിയ നല്ല നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കൽ. എൻഷുറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് എന്നാണ്? ഹോസ്പിറ്റല് നല്ല രീതിയിലുള്ള നല്ല ഹൈജീനിക് ആയ രീതിയിലുള്ള വൃത്തിയുള്ള ബാക്ക്ഗ്രൗണ്ട് നൽകുക. അതായത് എൻവയോൺമെന്റ് അല്ലെ, പരിസ്ഥിതി, അവിടുത്തെ ഹോസ്പിറ്റൽ ഭാഗം അല്ലെങ്കിൽ പരിസ്ഥിതിയൊക്കെ എന്താണ്? നല്ല ക്ലീൻ ആയ ഹൈജീനിക് ആയിട്ട് വൃത്തിയുള്ളത്. OPD ഏരിയാസ്, വാർഡ്സ്, ലേബർ റൂം, OT ആൻഡ് പേഷ്യന്റ് ഫെസിലിറ്റീസ് എന്ന ഔട്ട്സോഴ്സ്ഡ് സർവീസ്. ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് ഉറപ്പുവരുത്തുക. ഹോസ്പിറ്റലിൽ നല്ല ഹൈജീനിക് ആണോ, നല്ല വൃത്തിയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. OPDs ഏരിയാസ്, ലേബർ റൂമുകൾ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, പിന്നെ രോഗികളുടെ സൗകര്യങ്ങളിൽ ഔട്ട്സോഴ്സർ സർവീസുകളൊക്കെ എന്താണ്? ക്വാളിറ്റി ഉള്ളതാണോ, ഗുണനിലവാരമുള്ളതാണോ എന്ന് ഉറപ്പാക്കുക. ഔട്ട്സോഴ്സ്ഡ് സർവീസുകൾ എന്ന് പറഞ്ഞാല് ചില ഹോസ്പിറ്റലില് ചില ടെസ്റ്റുകളൊക്കെ പുറത്തു കൊടുത്ത് നടത്തും അല്ലെ, ചില സ്കാനിങ്ങുകൾ അല്ലെങ്കിൽ ചില ഓട്ടോപ്സി, അങ്ങനെയുള്ള ഓട്ടോപ്സി അല്ല വേറെ എന്തെങ്കിലും ബയോപ്സി പോലുള്ളതൊക്കെ, ബയോപ്സിക്കൊക്കെ എവിടെയാണ്? പുറത്തിട്ടാണ് അല്ലെ കൊടുക്കാറ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഔട്ട്സോഴ്സ്ഡ് സർവീസുകൾ പുറത്തു കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്താണ്? ക്വാളിറ്റി ഉള്ളതാണോ, ഗുണനിലവാരമുള്ളതാണോ എന്ന് ഉറപ്പാക്കുക. പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് അറൈവ് അറ്റ് എ സ്കോർ ഫോർ ദി ഫെസിലിറ്റീസ്. എന്താണ്? പീരിയോഡിക് അസസ്മെന്റ് നടത്തുക. ഓരോ ഇന്റർവെൽ, ഓരോ ഡ്യൂറേഷൻ കഴിയുമ്പോൾ പീരിയോഡിക് അസസ്മെന്റുകൾ നടത്തുക. ചെക്ക് ലിസ്റ്റ് നോക്കി അവർക്ക് വേണ്ട സ്കോറുകൾ നൽകുക. ഇപ്പൊ ഓരോ ചിലപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയൊക്കെ ആണെങ്കിൽ പോരുമ്പോ നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ തരും അല്ലെ, ഓരോ കാര്യങ്ങൾ ഗുഡ് ആണോ, ബാഡ് ആണോ, എക്സലന്റ് ആണോ, സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് തരാറുണ്ടോ? അപ്പൊ അതിന് ഓരോന്നിനും ഓരോ, വെരി എക്സലന്റ് ആണെങ്കിൽ അതിന് ഇന്ന മാർക്ക്, ഗുഡ് ആണെങ്കിൽ ഇന്ന മാർക്ക്, പൂർ ആണെങ്കിൽ ഇന്ന മാർക്ക്, അങ്ങനെ മാർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ്? ചെക്ക് ലിസ്റ്റ് നമ്മുടെ ഓക്കെ. അപ്പൊ എന്താണ്? പീരിയോഡിക് അസസ്മെന്റുകൾ നടത്തിയിട്ട് എന്താണ്? ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് എന്താണ്? സ്കോറുകൾ നൽകുക. നെക്സ്റ്റ്, ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ്. Evolve action plan on the advice of in-charge of the hospital and monitor complaints. Identification ഗ്യാപ്പ് എന്ന് പറഞ്ഞില്ലേ, ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ആദ്യം തന്നെ ക്ലാസ്സിലെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളില് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഓരോ ഹോസ്പിറ്റലിനും എന്തുണ്ട്? ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, നിയമങ്ങളില്ലേ, നിയമങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, നയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ ഹോസ്പിറ്റലിന്റെയും നിയമങ്ങൾക്കും നയങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട്, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് എന്താണ്? ഗുണനിലവാരത്തിന്റെ അഭാവമുണ്ടോ എന്ന് ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നു. ഏതെങ്കിലും ഒരു, ഇപ്പൊ എന്താണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആകാം, അല്ലെങ്കിൽ ICU ആവാം, അല്ലെങ്കിൽ വെന്റിലേറ്റർ ആവാം, അല്ലെങ്കിൽ ഫാർമസി ആവാം അല്ലെ, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ക്വാളിറ്റി മാനേജർ എന്താണ്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സെക്ഷനിലെ ഗുണനിലവാരത്തിന്റെ അഭാവമുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഗ്യാപ്പ് അനാലിസിസ് എല്ലാവർക്കും ക്ലിയർ ആയോ? അങ്ങനെയുള്ള ഗ്യാപ്പ് അനാലിസിസ് ഉണ്ടെങ്കിൽ അത് ആശുപത്രിയിൽ ചുമതലയുള്ള എന്താണ്? ആളുകളെ, അപ്പൊ അതിനൊക്കെ ചുമതല, ഇപ്പൊ ഗ്യാപ്പ് അനാലിസിസ് കണ്ടു കഴിഞ്ഞാൽ അത് അറിയിക്കാൻ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ഉണ്ടാവില്ല, അധികാരപ്പെട്ട ഒരാളുണ്ട്. അപ്പൊ ആളുകൾ ആ ആളുടെ നിർദ്ദേശപ്രകാരം, ഉപദേശപ്രകാരം പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുകയും അതെന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ?
ഇൻചാർജുള്ള ഗ്യാപ്പ് നമുക്ക് ഗ്യാപ്പ് അനാലിസിസ് ആരെയാണോ അറിയിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട എന്റെ കാര്യങ്ങൾ സ്വീകരിക്കണമെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളെ, ഇൻചാർജ് ഉള്ള ആളെ അറിയിക്കുകയും എന്താണ് അതിനുവേണ്ട പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, ഫെസിലിറ്റി കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മീറ്റിംഗുകൾ നടത്താൻ എന്താണ് സൗകര്യം, ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഓരോ ഹോസ്പിറ്റലിൽ നാബ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് അതൊക്കെയാണ് നാബ് അല്ലെങ്കിൽ NABL, അങ്ങനെ അവരൊക്കെ വന്നിട്ടാണ് ക്വാളിറ്റി ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ നൽകുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ അവര് വരുമ്പോ എന്ത് ചെയ്യണം, മീറ്റിങ്ങുകളൊക്കെ കൂടണം അല്ലെ, വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നതിന് ആവശ്യമായ ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടത്തുന്നതിന് സൗകര്യം, ഫെസിലിറ്റീസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, ensuring that the hospital meets all regularly complaints like BMW, waste management, blood bank, storage license, AREB അല്ല AERB അല്ലേ, AERB regulations. റേഡിയേഷൻ പഠിച്ചിട്ടില്ലേ? AERB തിരുത്തി എഴുതാട്ടാ. AERB എന്താണ്? BMW ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ എന്താണ് റേഡിയേഷനുമായി ബന്ധപ്പെട്ട്, അതല്ല റേഡിയേഷൻ ലൈസൻസുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ സ്റ്റോറേജ് ലൈസൻസുമായി ബന്ധപ്പെട്ട് എന്ത് വരാം, കംപ്ലൈൻസ് ഒക്കെ വരാം അല്ലെ. കംപ്ലൈൻസ് വന്നൂടെ? ബയോമെഡിക്കൽ വേസ്റ്റുകൾ അങ്ങനെയുള്ള ഏരിയയിൽ എന്താണ് എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രി, അപ്പൊ എന്താണ് അങ്ങനെ കംപ്ലൈൻസ് വരാത്ത രീതിയിൽ എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രി പാലിക്കുന്നുണ്ടോ, ഹോസ്പിറ്റല് ഉറപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്വാളിറ്റി മാനേജർ ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, റേഡിയേഷൻ ലൈസൻസ്, പിന്നെന്താണ് റേഡിയേഷൻ ലൈസൻസ്, ബ്ലഡ് ബാങ്ക്, സ്റ്റോറേജ് ലൈസൻസ് തുടങ്ങിയ എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. AREB അല്ലാട്ട, AERB ആണ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. റേഡിയേഷനിൽ പഠിച്ചിട്ടില്ലേ നിങ്ങത്? അറ്റോമിക് എനർജി regulatory board. Next, keep a record of non-functional equipment and timeline for its repair along with the AMC for all equipments. എന്താണ് പ്രവർത്തനക്ഷമമല്ലാത്ത അല്ലെ, ഇതിന് കംപ്ലൈൻസ് വന്ന നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ്, പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളുടെയും എന്താണ് എന്തെങ്കിലും കേടുപാടുകൾ വന്ന എക്യുപ്മെന്റുകൾ ഉണ്ടാവും അല്ലെ, റിപ്പയറിന് വേണ്ടിയിട്ട് അറ്റകുറ്റപ്പണികൾക്കുള്ള സമയരേഖ, ടൈം ലൈനിൽ സമയരേഖ സൂക്ഷിക്കുകയും ഒപ്പം എല്ലാ ഉപകരണങ്ങളുടെയും AMC റെക്കോർഡ് സൂക്ഷിക്കുകയും ചെയ്യുക. AMC എന്ന് പറഞ്ഞാല് ആനുവൽ മെയിന്റനൻസ് റെക്കോർഡ്. നോൺ ഫങ്ഷണൽ പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളുടെയും ഇതിൽ അറ്റകുറ്റപ്പണികളുള്ള റിപ്പയർ ഉള്ള എക്യുപ്മെന്റുകളുടെയും സമയരേഖയും റെക്കോർഡുകളും സൂക്ഷിക്കുക. പിന്നെ എല്ലാ എക്യുപ്മെന്റ്സുകളുടെയും AMC റെക്കോർഡുകൾ സൂക്ഷിക്കുക. AMC റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആനുവൽ മെയിന്റനൻസ് റെക്കോർഡ്. Planning and workout procedures towards upliftment, preventive maintenance of equipment and vehicles and modernization of hospital. ഹോസ്പിറ്റലിലെ അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉന്നമനം അല്ലെ, ഉന്നമനത്തിനും പ്രതിരോധത്തിനുമുള്ള നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യുക. ഹോസ്പിറ്റലിലെ ഉന്നമനത്തിനും പ്രതിരോധത്തിനും വേണ്ട നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. പിന്നെന്താണ് ഓരോ ഉപകരണങ്ങളുടെയും അല്ലെ മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, എന്താണ് ഉപകരണങ്ങളുടെ മെയിന്റനൻസ്, പരിപാലനം, പിന്നെ വാഹനങ്ങളുടെ പരിപാലനം, പിന്നെ ആശുപത്രികളുടെ നവീകരണം
എന്നിവയ്ക്ക് വേണ്ട പ്ലാനിങ്ങുകൾ തയ്യാറാക്കുക. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണം. ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും? അങ്ങനെ പ്ലാൻ ചെയ്യുക. കൂടാതെ എന്താണ്? ഉന്നമനത്തിനും പ്രതിരോധത്തിനും വേണ്ടി. കൂടാതെ അവിടെയുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെ, മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി എക്യുപ്മെന്റുകളുടെ പരിപാലനം. പിന്നെ അവിടെ വെഹിക്കിൾസ് ഉണ്ടാവും അല്ലെ, പല രീതിയിലുള്ള വെഹിക്കിൾസ് ഉണ്ടാവും അല്ലെ, ആംബുലൻസുകൾ അല്ലെ, വെഹിക്കിൾസിന്റെ. പിന്നെ എന്താണ്? ഹോസ്പിറ്റലിന്റെ നവീകരണം, മോഡേണൈസേഷൻ അല്ലെ, നവീകരണം. അതിനു വേണ്ട പ്ലാനിങ്ങുകൾ, പദ്ധതികൾ തയ്യാറാക്കുക. ഇപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും വണ്ടി വാങ്ങിക്കണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റുകളെ പരിപാലനമുണ്ട്, അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ് വാങ്ങണോ, എന്തെങ്കിലും നവീകരണങ്ങൾ നടത്താനുണ്ടോ എന്നതിനെ കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കുക. നെക്സ്റ്റ്, to install and virtual grievance redressal system both for employees and the patients. പേഷ്യൻസിനും എംപ്ലോയീസിനും എന്താണ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ? എന്താണ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ? ഇൻസ്റ്റാൾ ചെയ്യുക. ഓൺലൈനിലൂടെ അല്ലേ നമുക്ക് പരാതികൾ പരിഹരിക്കാൻ, കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യാനും പരിഹരിക്കാനൊക്കെ കഴിയുന്നതിനെയാണ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയുന്നത്. എന്താണ്? ജീവനക്കാർക്കും രോഗികൾക്കും വെർച്വൽ പരാതി പരിഹാര സംവിധാനം നടപ്പിലാക്കുക. ക്ലിയർ ആയോ? പേഷ്യൻസിന് അവരുടെ പരാതികൾ അല്ലെങ്കിൽ സ്റ്റാഫിന് അവരുടെ പരാതികൾ എന്താണ് ഓൺലൈനായിട്ട് വെർച്വൽ ആയ രീതിയിൽ രജിസ്റ്റർ ചെയ്യാനും അങ്ങനെ പരിഹരിക്കാനുമുള്ള സംവിധാനം നടപ്പിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ട്രെങ്തൻ ആണ് കേട്ടോ. ഇത് സ്ട്രെങ്തൻ ആണ് കേട്ടോ. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൻ. എന്താണ് ഹോസ്പിറ്റലിലെ MIS, അതായത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിലെ എന്താണ് KPI എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. കീ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്പെസിഫിക്കേഷൻ, എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അല്ലെ, കീ പെർഫോമൻസ് പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതിനൊക്കെ വേണ്ടി അതെന്താ സ്ട്രെങ്തൻ ചെയ്യുക. പിന്നെന്താണ്? അതിന് വേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? മാനേജ്മെന്റ് സ്ട്രെങ്തൻ ആണ് കേട്ടോ. മിസ് പറഞ്ഞത് സ്ട്രെങ്തൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേറ്റ്സ് ഇൻ അസസിംഗ് അതോറിറ്റി. എന്താണ് അസസിംഗ് അതോറിറ്റിയുമായി കോർഡിനേറ്റ് ചെയ്യുക. അസസിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയെ കുറിച്ച് അസസ് ചെയ്യുന്നതിന് വേണ്ടി, വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് അതോറിറ്റി ഉണ്ടാവും. കുറച്ച് ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അസസിംഗ് അതോറിറ്റി ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ഉള്ളതാണോ, കറക്റ്റ് രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള അസസിംഗ് അതോറിറ്റിയുമായി കോർഡിനേറ്റ് ചെയ്യുക, സഹകരിക്കുക, സംയോജിപ്പിക്കുക, സഹകരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ്, എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. എന്താണ് ജീവനക്കാർക്ക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഓരോ സ്റ്റാഫുകളും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഗുണനിലവാരമുള്ളതാകാൻ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് എഡ്യൂക്കേഷൻ എന്താണ് ട്രെയിനിങ്ങുകൾ നൽകുക. നെക്സ്റ്റ്, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ഹോസ്പിറ്റലിലെ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും എന്താണ് റെസ്പോൺസിബിൾ ആണ്, ഉത്തരവാദിത്വമുണ്ട്. ക്ലിയർ ആയോ? Ensure employees education on quality standard. എന്താണ് ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ
അവർ നൽകുന്ന പ്രവർത്തനങ്ങൾ, കൊടുക്കുന്ന സേവനങ്ങൾ ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ളതാക്കാൻ അവരെങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ കുറിച്ച് അവർക്ക് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങുകൾ നൽകുക. നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റലിലെ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും ഉത്തരവാദിത്വം. മിസ് എടുത്ത ഭാഗം ക്ലിയർ ആയോ എല്ലാവർക്കും? ലാസ്റ്റ്, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. എന്താണ്? ഹോസ്പിറ്റലിൽ പല കമ്മിറ്റികൾ ഉണ്ട് അല്ലേ? അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റുമായി, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും ക്വാളിറ്റി മാനേജർക്ക് എന്തുണ്ട്? ഉത്തരവാദിത്വം ഉണ്ട്. മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഓൾ.